നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ വാണ്ടറേഴ്സിൽ ഇന്ത്യൻ ടീം തീ പടർത്തുകയായിരുന്നു. ജോഹന്നാസ്ബർഗിലെ വാണ്ടറേഴ്സിൽ ഇത്ര ഉയർന്ന സ്കോർ T20 ക്രിക്കറ്റിൽ പിറന്നിട്ടില്ല. നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഒരേ ഒരു വിക്കറ്റാണ് ടീം ഇന്ത്യക്ക് നഷ്ടമായത്. 283 റൺസ് അടിച്ചു കൂട്ടിയിരുന്നു. അഭിഷേക് അദ്ദേഹത്തിന് സംഭാവന നൽകി പോയതിന് ശേഷം പിന്നെ സഞ്ജുവും തിലക് വർമ്മയും സെഞ്ചുറികൾ നേടുകയുണ്ടായി. കിടിലൻ ഇന്നിങ്സ് ആണ് നമ്മൾ കണ്ടത്. ടോസിൽ ലഭിച്ച് ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച ടീം ഇന്ത്യ നിശ്ചിത 20 ഓവറുകളിൽ 283 റൺസ് അടിച്ചു കൂട്ടി. ആദ്യ ഓവറിൽ മാർക്കോ എൻസൺ അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നു. സഞ്ജു എഡ്ജ് ചെയ്തു, പക്ഷേ അത് സ്ലിപ്പിലേക്ക് എത്തുമായിരുന്നില്ല. വൈഡായിട്ട് ബോൾ പോയി. തൊട്ടു പിന്നാലെ അഭിഷേകിൻ്റെ ക്യാച്ച് സ്ലിപ്പിൽ ഡ്രോപ്പ് ചെയ്യുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം പിഴക്കുന്ന സൗത്ത് ആഫ്രിക്കയാണ് നമ്മൾ കണ്ടത്. വീണ്ടും ചില ഘട്ടങ്ങളിൽ അവർ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിച്ച് ക്യാച്ച് എടുക്കാതെ പോകുന്നു. അങ്ങനെ സാധാരണ ഫീൽഡിൽ കണിശക്കാരായ സൗത്ത് ആഫ്രിക്കയെ ചില ഘട്ടങ്ങളിൽ ഇന്ന് മിസ്സായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അഭിഷേക് 18 പന്തിൽ നിന്ന് 2 ഫോറും 4 സിക്സറും അടക്കം 36 റൺസ് എടുത്തിട്ടാണ് മടങ്ങിയത്. പക്ഷേ സഞ്ജുവും തിലകും പുറത്താവാൻ കൂട്ടാക്കിയില്ല. തുടക്കത്തിലൊന്ന് പതിയെ പോയ സഞ്ജു പിന്നെ ആക്സലറേറ്റ് ചെയ്യുന്ന കാഴ്ച. 56 പന്തിൽ 4 ഫോറും 9 സിക്സറും അടക്കം 194.64 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 109 റൺസ് അടിച്ചപ്പോൾ 47 പന്തുകളിൽ നിന്ന് 9 ഫോറും 10 സിക്സറും അടക്കം 120 റൺസാണ് തിലക് വർമ്മയുടെ സംഭാവന. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 255.32. അക്ഷരാർത്ഥത്തിൽ ടീം ഇന്ത്യ പൊളിച്ചടുക്കി. വമ്പൻ സ്കോർ 283 റൺസ് എന്ന റൺ മലയാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ ഉയർത്തിയിരിക്കുന്നത്. ഇതെങ്ങനെ സൗത്ത് ആഫ്രിക്ക മറികടക്കും? അവരുടെ മറുപടി ബാറ്റിംഗ് എന്തായിരിക്കും? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.